الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ തൗഹീദിൻ്റെ 3 ഇനങ്ങളിൽ ഒന്നാമത്തേതായ തൗഹീദുർ റുബൂബിയ്യത്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് ഖാലിഖ്, അവനാണ് മാലിക്, അവനാണ് റാസിഖ് എന്നിങ്ങനെയുള്ള വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും അള്ളാഹു ഒഴികെ ബാക്കിയുള്ള മുഴുവൻ വസ്തുക്കളുടെയും സൃഷ്ടാവ്, അവയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ വിശ്വാസത്തിനാണ് തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറയാം. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പോലും ഈ വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു. അവർക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നവർ പറയും. ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് തെറ്റുപറ്റിയ മേഖല ഏതാണ്? അവരെന്തുകൊണ്ടാണ് മുശ്രിക്കുകളായത്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 83ഓളം യുദ്ധങ്ങൾ, അള്ളാഹുവിനെ അറിഞ്ഞ, അള്ളാഹുവാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഭൂമിയെ പടച്ചത്, അള്ളാഹുവാണ് നമ്മളെ പടച്ചത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന, പറഞ്ഞിരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും 83ഓളം യുദ്ധങ്ങൾ ചെയ്തു. എന്തുകൊണ്ട്? അപ്പം എന്താണ് അവരുടെ അഖീദയിൽ, അവരുടെ ആദർശത്തിൽ അവർക്ക് സംഭവിച്ച പിഴവ് എവിടെയാണ്? അതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൗഹീദിൻ്റെ 3 ഇനങ്ങളിൽ രണ്ടാമത്തെ ഇനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ് എന്നാണ്. തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പവും ബന്ധവും ഉണ്ടാക്കാനായി അടിമകൾ ചെയ്യുന്ന പ്രാർത്ഥനയാകട്ടെ, ബലികർമ്മമാകട്ടെ, നേർച്ചയാകട്ടെ, പ്രതീക്ഷയാകട്ടെ, ഭയമാകട്ടെ, ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനകളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നതിനാണ് ഉലൂഹിയ്യത്ത് എന്ന് പറയാം, തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറയാം. റുബൂബിയ്യത്ത് എന്താ നമുക്ക് മനസ്സിലായി. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുക.
ഉലൂഹിയത്തോ? ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അതെന്താകട്ടെ, നേർച്ചയാകാം, അതേപോലെ തന്നെ ബലികർമ്മമാകാം, നമസ്കാരമാകാം, സുജൂദ, എന്ത് ആരാധനയാകട്ടെ, ആ ഇബാദത്തുകൾ ഏകനായ റബ്ബിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഈ വിശ്വാസമാണ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഏത് വിഷയത്തിൽ? ഇബാദത്തിൻ്റെ വിഷയത്തിൽ. അഥവാ നമ്മുടെ എല്ലാ ആരാധനകളും ഏകനായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. അതാണ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന വാചകമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, അവിടെ നമ്മൾ ഉലൂഹിയത്ത് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ആരാധന ആർക്കുള്ളതാണ്? അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹുവിന് മാത്രമായിരിക്കും നമ്മൾ ഇബാദത്ത് ചെയ്യുക. അവനെ വിളിച്ച് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുക. മക്കയിലെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച പിഴവ് എവിടെയാണ്? അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്, എന്നാൽ അള്ളാഹുവിന് മാത്രമല്ല അവർ ഇബാദത്ത് ചെയ്തത്. അള്ളാഹു അല്ലാത്തവർക്കും അവരെന്ത് ചെയ്തു? അവർ ഇബാദത്ത് ചെയ്തു എന്ന് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു. അല്ലാഹു പറയാണ്, ഞാനാകുന്നു അല്ലാഹു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാര മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു പഠിപ്പിച്ചു. അപ്പൊ അള്ളയാണ് ആരാധ്യൻ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹ്ക്ക് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. ഇതിനാണ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഈ മേഖലയിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യർക്കും അബദ്ധം സംഭവിച്ചത്. എന്തിനാ നൂഹ് നബി അലൈഹിസ്സലാം വന്നത്? നൂഹ് നബി ഈ ലോകത്തേക്ക് വന്നത് ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തിരുന്ന ആദം നബിയുടെ തലമുറ അവർ പിഴച്ചുപോയി, അവർക്ക് വ്യതിയാനം സംഭവിച്ചു. 10 നൂറ്റാണ്ടുകൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണത്. ആദം നബിയുടെയും നൂഹ് നബിയുടെയും കാലഘട്ടം, അതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അശറത്ത ഖുറൂൻ, 10 നൂറ്റാണ്ടാണ്. ആ 10 നൂറ്റാണ്ടിലുള്ള മുഴുവൻ ആളുകളും ആരായിരുന്നു? മുവഹിദുകളായിരുന്നു, അഥവാ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ ഷിർക്കിലേക്ക് പോയി. എങ്ങനെ ഷിർക്കിലേക്ക് പോയത്? അവരൊരു സുപ്രഭാതത്തിലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്? അല്ല, ഷിർക്കിലേക്കുള്ള വസീലകൾ വന്നു. ഷിർക്കിലേക്കുള്ള വസീലകൾ വന്നു. അപ്പോൾ വസീലത്തു ഷിർക്ക് എന്ന പദം നമ്മളിൽ പല ആളുകൾക്കും അറിയാം. കേൾക്കുമ്പോൾ തന്നെ പേടിയുള്ളൊരു പദമാണ്. യഥാർത്ഥത്തിൽ വസീല എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. നമ്മുടെ വീടുകളിലേക്ക് വസീലയുണ്ട്, നമ്മുടെ വീടുകളിലേക്ക് എത്താനുള്ള വഴികൾ. അതെന്താ? വീട്ടിലേക്കുള്ള വസീലയാണ്, വഴികളാണ്. അപ്പൊ വസീല എന്ന് പറഞ്ഞാൽ എന്താണ്? മാർഗമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമ കടന്നു വരുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന സമുദായം, ആ അവസാന കാലഘട്ടത്തിലെ ആളുകൾ അവരെന്ത് ചെയ്തു? അവർ ആ കാലഘട്ടത്തിലെ മഹാന്മാരായ ആളുകളുടെ രൂപങ്ങൾ ഉണ്ടാക്കി, അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി, അവരുടെ ചിത്രങ്ങൾ പണിതു. വദ്ദിനെ പോലെയുള്ള, യഊസിനെ പോലെയുള്ള, യഊഖിനെ പോലെയുള്ള, നസ്റിനെ പോലെയുള്ള ഖുർആൻ പരിചയപ്പെടുത്തിയ മഹാന്മാരായ സാത്വികന്മാരായ നല്ല മനുഷ്യന്മാരെ ഓർക്കാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? ആ ചിത്രങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് അവർ ശിർക്ക് ചെയ്തോ? ഇല്ല, അവർ ശിർക്ക് ചെയ്തിട്ടില്ല. അവരതിനെ ആരാധിച്ചോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇല്ല, അവരതിനെ ആരാധിച്ചിട്ടില്ല, അവർ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അതെന്തായി മാറി? ഷിർക്കിലേക്കുള്ള വസീലയായി മാറി. പിൽക്കാലഘട്ടത്തിൽ ഈ ആളുകളെ കുറിച്ച് അറിയാത്ത, ഈ ആളുകളുടെ രൂപങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന കാര്യം പോലും മറന്നുപോയ ആ സമൂഹത്തിന്റെ പിൻതലമുറ അവരെ ആരാധിക്കുന്ന, അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ പറഞ്ഞയക്കുന്നത്. അങ്ങനെയാണ് നബിമാരെല്ലാവരും വന്നത്. അഥവാ ആരാധനയിൽ ആളുകൾക്ക് ശിർക്ക് സംഭവിച്ചു. ആരാധനയുടെ വിഷയത്തിൽ ആളുകൾ അള്ളാഹുവിനെ പങ്കു ചേർക്കാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചു കൊണ്ടേയിരുന്നത്. അന്തിമ പ്രവാചകനാര? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി നമ്മളോട് ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടേയില്ല. എന്തിനു വേണ്ടിയല്ലാതെ? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ.
അപ്പൊ സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅമുറഹും ബിൽ ഇബാദ. വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണത്. അദ്ദേഹം പറഞ്ഞെന്താ, എന്നെ മാത്രം ആരാധിക്കൂ എന്ന് കൽപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. ഈ ആയത്ത് പഠിപ്പിക്കുന്നതാണ്. അള്ളാഹ് നമ്മളെ പടച്ചെന്തിനാ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. മഹാനായ മഹാപണ്ഡിതനായ ഷഹദ് റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യം തൗഹീദാകുന്നു. നമ്മളെ മാത്രമല്ല, സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, ഗ്രഹങ്ങളും മലകളും മാമലകളും എല്ലാം മുസ്ലിങ്ങളാണ്. അങ്ങനെ പറഞ്ഞെന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ എന്നാണ്. അവർ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, അവരുടേതായ തസ്ബീഹുകൾ നടത്തുന്നുണ്ട്. എൻ്റെ വാചകമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും അള്ളാഹുവിനെ ദിക്റെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ എല്ലാവരും മുസ്ലിങ്ങളാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? തൗഹീദാകുന്നു. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും പടച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ തൗഹീദ് ഉപേക്ഷിച്ചാൽ, ഒരാൾ തൗഹീദ് സ്വീകരിക്കാതിരുന്നാൽ തൻ്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് പൂർത്തീകരിക്കാതെ ആ ലക്ഷ്യത്തെ അവഗണിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് എന്ന് മഹാപണ്ഡിതനായ ഷഹദ് റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയേ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൗഹീദുൽ ഉലൂഹിയത്ത് എന്താന്ന് മനസ്സിലായ ഒരാള് അവന്റെ ജീവിതത്തിലെ എല്ലാ ഇബാദത്തുകളും ആർക്ക് വേണ്ടി മാത്രമായിരിക്കണം? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഇബാദത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെടുന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന അതെന്താണ്? അത് ആരാധനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ഒരു ആയത്ത് ഓതി, ഖുർആൻ ആയത്ത് പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന്. അപ്പോൾ തൗഹീദുൽ ഉലൂഹിയത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ ആരാധനകളുടെ കൂട്ടത്തിൽ നിസ്കാരം ഇബാദത്താണ്, അതാർക്കേ പറ്റുള്ളൂ? അള്ളാഹ്ക്കേ പറ്റുള്ളൂ. നേർച്ച ഇബാദത്താണ്, അതാർക്കേ പറ്റുള്ളൂ? അള്ളാഹുവിനെ പറ്റുള്ളൂ. ബലികർമ്മം ഇബാദത്താണ്, അതാർക്കേ പറ്റുള്ളൂ? അള്ളാഹുവിനെ പറ്റുള്ളൂ. ഇങ്ങനെ ഇബാദത്തായി പുണ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആർക്ക് വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്, ദുആയാണ്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ? ശരിയാണ്, നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യന്മാർ ലോകത്തുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ ഖുത്ബ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരികളോട്, എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ കുറച്ച് കാരണങ്ങൾ പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? നമുക്കെന്താ അറിയാം? അപ്പൊ തൗഹീദുൽ ഉലൂഹിയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് മാത്രം ഇത് നമുക്ക് ആളുകളോട് പറയാൻ പറ്റണം, ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. കാരണം എന്താ? ഇതാണ് ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ. തൗഹീദാണ് ഇസ്ലാമിന്റെ ജീവൻ. ഈ ജീവനെതിരെയുള്ള പ്രവർത്തികൾ ധാരാളം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്താൻ എന്ത് വേണം? നമ്മളത് പഠിക്കണം. ഞാൻ ഏതാനും കാര്യങ്ങൾ എണ്ണി പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം, ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ആരുടെ സൃഷ്ടികളാണ്? അള്ളാഹിന്റെ സൃഷ്ടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലുല്ലാഹ മിൻ ഫദ്ലിഹി ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ, അവന്റെ അനുഗ്രഹത്തെ നിങ്ങൾ തേടിക്കൊള്ളുക. കാരണം എന്താ? നിങ്ങൾ ചോദിക്കുന്നതിനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മളൊരാളുടെ പണം കടം ചോദിച്ചു, നമ്മൾ കൊടുത്തു. അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചോദിച്ചു, നമ്മൾ കൊടുത്തു. അടുത്ത ദിവസം വന്ന് വീണ്ടും ചോദിച്ചു. നമുക്ക് ഇഷ്ടമായിരിക്കോ വെറുപ്പായിരിക്കോ ഉണ്ടാകുക? പിന്നെ അവനെ കാണുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. ഇങ്ങനെ സ്ഥിരമായി പണം ചോദിക്കുന്ന ഒരാൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതാണ് അള്ളാഹിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള അള്ളാഹുവിനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ദുആ നടത്തേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താ?
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം, ആരാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത്? നബിമാരാണ്. ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കളാണ്. ഒരു നബിയും, ആദം നബി മുതൽ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുന്ന ഒരു നബിയും അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിച്ചിട്ടില്ല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, റിഫായി ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, മമ്പുറം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, അജ്മീറിലെ, നാഗൂറിലെ, അങ്ങനെയുള്ള മരണപ്പെട്ടു പോയ പല ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളാണ്. മറ്റുള്ളവരുടെ കാര്യം മാറ്റിവെക്കൂ നിങ്ങൾ. ഈ ആളുകൾ വിചാരിക്കുന്ന എന്താ? ഇതാണ് ശരിയെന്നാണ്. അള്ളാഹു അല്ലാത്ത മഹാന്മാരായ മഹദികളാണ് എന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ചിന്ത എന്താ? ഇത് ഇസ്ലാമാണെന്നാ, ഇത് ദീനാണെന്നാ. ഈ ദീനാണ് നമുക്ക് പഠിപ്പിച്ചത്? നബിമാരാണ്. ഏതെങ്കിലും ഒരു നബി അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് പറയാൻ പറ്റണം. എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്നു? നമുക്ക് ദീൻ എത്തിച്ചു തന്ന എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോടാ പ്രാർത്ഥിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ ആദം നബിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ നബിയാണ് ആദം നബി. ആദം നബിയുടെ ദുആ ആരോടാ? ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നോക്കൂ നിങ്ങൾ, ആദം നബിയുടെ ദുആ ആരോടാ? അല്ലാഹുവിനോടാണ്. അള്ളാഹുവിനെ വിളിച്ചാണ് ആദം നബി ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ ദുൽമ് പ്രവർത്തിച്ചിരിക്കുന്നു. പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, ആ തെറ്റിൽ നിന്ന് പാപമോചനം ലഭിക്കാൻ വേണ്ടി ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ആരോട് ദുആ നടത്തി? അള്ളാഹുവിനോട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെല്ലുന്ന മാലകൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ബെയ്ത്തുകളിലൊക്കെ ഉള്ളത് എന്താ? തെറ്റ് ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കണം. നഊദുബില്ലാഹ്. ആരെ പഠിപ്പിച്ചത്? ഇർതകബതു അലൽ ഖതാ എന്ന് തുടങ്ങുന്ന വരികൾ, അല്ലേ? അങ്ങനെയുള്ള വരികളിലൂടെ പാപികളാണ് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് മനുഷ്യന്മാരോട് ചോദിക്കാം. ഇത് തൗഹീദിനെതിരാണ്. ഇത് നബിമാര് പഠിപ്പിച്ച ആശയത്തിനെതിരാണ്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം ആരോട് പ്രാർത്ഥിച്ചു? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. രോഗം ഉണ്ടായി. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലേ? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി യദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയയിലെ 73, 74 ആയത്തുകൾ. എത്ര സുന്ദരമാണ്. രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹം ചെയ്തത് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി യദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. എന്ത് സുന്ദരമായ പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബിയുടെ ദുആ ആരോടാ? വദന്നൂന ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിദ്ദുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മൾ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇതിന്റെ ഈ അവസാന ഭാഗം ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ വാചകം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയാൽ അതിന് ഇജാബത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത തൗഹീദിന്റെ മൂന്നാമത്തെ ഇനമായ അസ്മാഇ വസിഫാത്ത് വിശദീകരിക്കുമ്പോൾ അസ്മാഇ വസിഫാത്തിലെ ഒരു മേഖലയാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം. അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നാമം ഏതാണ്? പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ കൊണ്ടുവരുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞെന്താ? അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, അതേപോലെ തന്നെ ദന്നൂൻ പ്രവാചകന്റെ യൂനുസ് നബിയുടെ പ്രാർത്ഥന, ഇങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയ എല്ലാ നബിമാരും ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹിനോടാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യാനുള്ള കാരണം എന്താ? ഒന്ന്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. രണ്ടെന്താ? രണ്ട് പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാഹുവിനോടാണ്. മൂന്നാമത്തെ കാരണം, അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്നവർ കേവലം അടിമകൾ മാത്രമാണ്. അടിവരട്ട് മനസ്സിലാക്കിക്കോളി. ദുനിയാവിൽ ഏതൊക്കെ മനുഷ്യൻ അള്ളാഹു അല്ലാത്ത ആരോടൊക്കെ പ്രാർത്ഥിക്കും അവരൊക്കെ അടിമകളാണ്. ശ്രീരാമൻ അടിമയാണ്, ശ്രീകൃഷ്ണൻ അടിമയാണ്, അതേപോലെ തന്നെ മൊഹീദ്ദീൻ ഷേഖ് അടിമയാണ്, മുഹമ്മദ് നബി അടിമയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയൊക്കെ ലോകത്ത് വിളിച്ച് അവരൊക്കെ അടിമകളാണ്. അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. എന്ത് ഭംഗിയുള്ള പ്രയോഗങ്ങൾ ഖുർആന്റേത്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരാരാ? ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നിങ്ങളെപ്പോലെയുള്ള അടിമകൾ, അവരെയാണ് നമ്മളിൽ പല ആളുകളും വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവരാരാ? അവര് അടിമകളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്.
ഇപ്പൊ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ ആദ്യമായി മനുഷ്യരെ വിളിച്ച് അല്ലാഹ് പറഞ്ഞ കാര്യം എന്താ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. എങ്ങനെയുള്ള അള്ളാഹു? നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണ്. സഹോദരങ്ങളെ സഹോദരികളെ, ഈ ആയത്ത് ലോകത്ത് ഏത് മനുഷ്യനോട് തോന്നിയാൽ എന്തായിരിക്കും അവൻ അർത്ഥം പറയാം? ഇപ്പൊ ആളുകൾ, കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിനോട്, ഈസാ നബി അലൈഹി സ്വലാമയോട്. ഈസാ നബി ഈ ആയത്ത് ഓതാന്ന് വിചാരിക്കും. അപ്പൊ ഈസാ നബി എങ്ങനെ അർത്ഥം വെക്കുക? ഈസാ നബിയെ പടച്ച, ഈസാ നബിക്ക് മുമ്പുള്ളവരെ പടച്ച. അപ്പൊ ഈസാ നബി ആരല്ല? ഖാലിഖല്ല, സൃഷ്ടാവല്ല. ഈസാ നബി ഈ ലോകത്തേക്ക് പിറന്നു വീണവനാണ്, ജനിച്ചു വീണ വ്യക്തിയാണ് ഈസാ നബി. അതേപോലെ തന്നെ മുഹയ്യുദ്ദീൻ ഷേഖ് ഒരു ഉപ്പയുടെ മകനായി ഭൂമിയിലേക്ക് പിറന്നു വീണയാളാണ്. എന്നാൽ അല്ലാഹു ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. അല്ലാഹു ആരുടെയും മക്കളല്ല, അല്ലാഹു ഒരു കുട്ടിയില്ല, അല്ലാഹു ആരുടെയും മകനുമല്ല. അങ്ങനെയുള്ള അല്ലാഹുവിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സൃഷ്ടികളോട് എന്തില്ല? പ്രാർത്ഥനയില്ല. സൃഷ്ടികളെ വിളിച്ച് അതാരാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, ഔലിയാക്കളാകട്ടെ, ആരാകട്ടെ, ഈ സൃഷ്ടികളെ വിളിച്ച് ദുആ ചെയ്യുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത കാര്യമാണ്. മനസ്സിലായേ? ഒരാളെന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇപ്പൊ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ലോകത്ത് ആരെങ്കിലും പറയും, വിവരമുള്ള ബുദ്ധിയുള്ള ആരെങ്കിലും പറയും ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കണം? ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഒരു മുസ്ലിം, ഒരു മുവഹിദായ മനുഷ്യനെ അയാൾ ജിന്നിനെ വിളിച്ച് ദുആ ചെയ്യൂ? ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റും? എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റുമോ? ഒരു സഹായം ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാത്തൊരു കൂട്ടം സൃഷ്ടികളാണ് അവർ. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു, ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിൽ പരസ്പരം നിങ്ങൾ സഹായിച്ചോളൂ, സഹകരിച്ചോളൂ എന്ന് പറഞ്ഞു. അത് ആരോടുള്ള കൽപ്പനയാ? മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കണം. ഒരാൾക്ക് പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ സഹായിക്കണം. എന്നാൽ ജിന്നുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇടപാട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ജിന്നുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇടപാട്? ജിന്നുകളില്ലേ? ജിന്നുകളുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ജിന്നുകൾ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കും. ജിന്നുകൾ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കോ? ഉണ്ടാക്കും. എൻ്റെ വാചകമല്ല. എന്തിനാ ആയത്തിൽ കുറിച്ച് തോന്നുന്നത്? എന്തിനാ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് എന്തിനാ ഇറങ്ങിയത്? മുഅവ്വിദാത്ത് എന്തിനാ അവതരിച്ചത്? അതേപോലെ തന്നെ രാത്രി എന്തിനാ ആയത്തുൽ കുർസി ഓതി നമ്മൾ കിടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പൈശാചികമായ ഉപദ്രവങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയം നമുക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അവൻ വിജനതയിലാകട്ടെ, അതേപോലെ തന്നെ പരസ്യമായ സ്ഥലം എവിടെയാകട്ടെ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ ആദർശം, ഇതാണ് ഇസ്ലാമിന്റെ ദീൻ എന്ന് പറഞ്ഞ ഇതാണ്. ഒരു ജീവിതത്തിന്റെ ഒരു സന്ദർഭങ്ങളിലും അത്തരം വഴികൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. നാലാമത്തെ കാര്യം, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവർ അശക്തരാണെന്നുള്ളതാണ്. ലോകത്ത് അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആളുകൾ വിളിച്ച് നിങ്ങൾ പരിശോധിച്ചോളി, അവരൊക്കെ ദുർബലരായിരിക്കും. അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ളുരിബ മതലൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലം യഖ്ലുഖൂ ദുബാബൻ. വളരെ ഭംഗിയായ ഒരു ഉപമയാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരൊന്നും സൃഷ്ടിക്കുന്നില്ല, ഒരു ഈച്ചയെപ്പോലും. എന്നിട്ട് പറഞ്ഞ രീതി നോക്കൂ നിങ്ങൾ. ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിക്കൊണ്ടുപോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോലും കഴിയാത്ത ആൾക്കാരെയാണ് ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എത്ര സത്യമാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ? അള്ളാഹുവിന് പുറമെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ദുർബലരാണ്, അവരശക്തരാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അഞ്ചാമത്തെ കാരണം, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം നൽകുകയോ ചെയ്യില്ല. ഇത് നോക്കിയാൽ ഖുർആൻ ഇത്ര കൃത്യമായിട്ട് പറയാം, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. പിന്നെന്തിനാ മൊയ്തീൻ ശേഖനെ വിളിക്കണത്? പിന്നെന്തിനാ റിഫായി ശേഖനെ വിളിക്കുന്നത്? ഇത് ഖുർആന്റെ കൽപ്പനയല്ലേ? അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ചാലും കേൾക്കൂല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ തൗഹീദ് എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കണം. അഞ്ചാമത്തെ കാര്യം, സൃഷ്ടിക്കാൻ കഴിയാത്തവരും തികച്ചും ദുർബലരുമാണ് മനുഷ്യരുടെ പങ്കുകാർ. ഞാൻ 5 കാര്യങ്ങളോട് എണ്ണി പറഞ്ഞിട്ടുള്ളൂ. പണ്ഡിതന്മാരെ അവരുടെ തൗഹീദിന്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കാര്യങ്ങൾ എണ്ണി വിശദീകരിക്കുന്നുണ്ട്. ഇതന്നെ പ്രാർത്ഥനന്റെ ഒരു ചെറിയ ഭാഗം മാത്രം. ഇപ്പൊ ഇതിൽ നേർച്ച വരാനുണ്ട്, നമ്മളെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ കബർ കെട്ടിപ്പോക്കൽ ഷിർക്ക അല്ല, എന്നാൽ ഷിർക്കിലേക്കുള്ള വസീലയാണ്. ഷിർക്കിലേക്ക് ആളുകളെ എത്തിക്കും. അവിടെ എന്ത് ചെയ്യും? അവർ സുജൂദ് ചെയ്യും, അവിടെ പോയി പ്രാർത്ഥന അങ്ങനെ നടത്തുന്ന മനുഷ്യന്മാരുണ്ട്.
നേർച്ച ആർക്ക് മാത്രം? അള്ളാഹ്ക്ക് മാത്രമാണ്. സത്യം ചെയ്യേണ്ടത് ആരുടെ പേരിൽ മാത്രം? അള്ളാഹിന്റെ പേരിൽ മാത്രമാണ്. അങ്ങനെ ശിർക്ക് വരുന്ന പല വഴികളുമുണ്ട്. അതൊക്കെ എവിടെയാണ്? തൗഹീദുൽ ഉലൂഹിയത്തിന്റെ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ മേഖല കൃത്യമായി പഠിക്കുകയും നമ്മൾ അതിൽ അറിവുള്ള ആളുകളാവുകയും നമ്മുടെ സഹോദരങ്ങളെ അത് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ പരിശുദ്ധമാക്കിയ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇത് റജബ് മാസമാണ്. റജബ് മാസം ഹുറുമത്തുള്ള 4 മാസങ്ങളിൽ ഒരു മാസമാണ്. അത്തരമൊരു മാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും എന്തൊക്കെയാണോ ഈ മാസങ്ങളെക്കുറിച്ച് പറഞ്ഞത് അത് അംഗീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വാസികൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. റജബാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള പരിശുദ്ധമായ മാസങ്ങളാകട്ടെ, ആ മാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ഇത് പവിത്രമായ മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ ദുൽമ് പ്രവർത്തിക്കാൻ പാടില്ല. മറ്റുള്ള മാസങ്ങളിലും പാടില്ല. ഈ മാസങ്ങളിൽ ദുൽമ് പ്രവർത്തിക്കുക എന്നുള്ളത്, അക്രമം പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ്. അതേപോലെ തന്നെ നന്മകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് റജബ് മാസം. കൂടുതൽ അഥവാ റജബ് എന്ന് പറഞ്ഞാൽ പവിത്രമായ മാസങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ആ നന്മകൾ എങ്ങനെയായിരിക്കണം? നമുക്ക് തോന്നിയതുപോലെ നന്മ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നന്മ ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ റജബുമായി ബന്ധപ്പെട്ട് ധാരാളം ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം റജബിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ ദീനിലില്ലാത്ത കുറേ കാര്യങ്ങൾ. ഇപ്പം റജബിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ സൂറത്തുൽ മുൽക്ക് ഓതണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സൂറത്തുൽ മുൽക്ക് ഓതണം. സൂറത്തുൽ മുൽക്ക് ഓതണം എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. ദീനിലുള്ളതാണെങ്കിൽ നമ്മളത് ചെയ്യണം. ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ പിൻബലമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ പാരായണം ചെയ്യണം റജബ് മാസത്തിൽ. ശരി, ആരാണിത് പഠിപ്പിച്ചത്? ഇതെവിടെയാണ് ഇതുള്ളത്? ഏത് ഹദീസിലാണിത് വന്നത്? ആ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തരികയാണ് എങ്കിൽ, നമ്മളോട് ചെയ്യണമെന്ന് പറയുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല. യാതൊരു തെളിവുമില്ലാതെ, യാതൊരു ഹദീസിന്റെ പിൻബലവുമില്ലാതെയാണ് ആളുകൾ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അപ്പോൾ ആളുകൾ റജബ് മാസം വരുമ്പോൾ അവർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന ദുആ. ഈ ദുആ ശരിക്കും ദഈഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ എന്നല്ല. ഒരു ഹദീസിന്റെ പോലും പിൻബലമില്ലാതെ, അഥവാ സ്വഹീഹിന്റെ ആ ഒരു ദറജയിലേക്ക് എത്താത്ത വളരെ ദുർബലമായ ഒരു പ്രാർത്ഥനയാണിത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ നല്ല വാചകങ്ങളല്ലേ? ശരിയാണ്, ഇതൊക്കെ നല്ല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലൈ. റജബിൽ സുബഹിക്ക് ശേഷവും അതേപോലെ തന്നെ മഗ്രിബിന് ശേഷവും 70 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നരകം ഹറാമാക്കുന്നു. ഇതാരെ കൂട്ടി? ഇതാണ് പ്രശ്നം. ഒരാൾ രാവിലെ അയാൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. അയാൾ എണ്ണം നിശ്ചയിക്കുന്നില്ല, വണ്ണം അയാൾ ദുആ ചെയ്യാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു കണ്ടീഷൻ വരികയാണ്. എന്താ കണ്ടീഷൻ? സുബഹിക്ക് ശേഷം 70 പ്രാവശ്യം ഇത് ചെല്ലിയാൽ അയാൾക്ക് നരകം നിഷിദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് തെളിവ് വേണം. അങ്ങനെയാണെങ്കിൽ അത് പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ റജബുമായി ബന്ധപ്പെട്ട് ഇപ്പം റജബ് മാസത്തിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ചില ഖുസ്സാസുകൾ അഥവാ കഥ പറയുന്ന ആൾക്കാർ പറഞ്ഞു എന്നാണ്. ഒരു ഉറപ്പില്ല റജബിലാണ് എന്നുള്ളത്, യാതൊരു ഉറപ്പും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞിട്ട് എത്ര റജബ് ജീവിച്ചു? എന്നിട്ട് നബി റജബ് മാസത്തിന്റെ 27-ന് അന്ന് മിഅ്റാജിന്റെ നോമ്പ് നോറ്റിക്കണോ? നബി എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു നോറ്റിട്ടില്ല.
അങ്ങനെ ഉണ്ടെങ്കിൽ നബി അത് പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പവിത്രമായ മാസത്തിൽ അള്ളാഹു പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നമ്മൾ ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിലെ മുൻ ഖതീബായിരുന്ന പ്രിയങ്കരനായ സ്നേഹിതൻ മുനീർ നജാത്തിയുടെ പിതാവ്, അദ്ദേഹം അസുഖം ബാധിച്ച് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് എന്ന വിവരം ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണ ശിഫ നൽകി പൂർണ്ണ ആരോഗ്യവാനായി തൻ്റെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, പ്രബോധനരംഗത്തേക്ക് തിരിച്ചു ചെല്ലാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.